യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. എന്താ സാറേ, ഇന്ന് ഓഫീസിൽ മൊത്തത്തിലൊരു സൈലൻസ് ആണല്ലോ. ഒരു ദുരന്തം നടന്നതിന്റെ മരവിപ്പ. നീ കഴിഞ്ഞ ദിവസം ലീവ് ആയിരുന്നല്ലേ? സ്വന്തം തെറ്റ് മൂടി വെക്കാൻ പലരും മറ്റുള്ളവരുടെ മേൽ കുറ്റം കെട്ടിവെക്കുന്നത് കണ്ടിട്ടില്ലേ? അന്ന് ഞാൻ ഫോണിൽ വിളിച്ചെന്തോ അശ്ലീലം പറഞ്ഞു എന്ന് പരാതിപ്പെട്ടവളുടെ യഥാർത്ഥ മുഖം അവളുടെ ഭർത്താവ് തന്നെ ഇവിടെ വന്ന് പൊളിച്ചു. ആ മുഖംമൂടി അഴിഞ്ഞു വീടുന്നത് ഒന്ന് കാണേണ്ട കാഴ്ച തന്നെയായിരുന്നു. അതെ, മാനേജർ സാർ ഇടപെട്ട് ഫോണിന്റെ മാറ്റർ അപ്പം തന്നെ ക്ലോസ് ചെയ്താ. വീണ്ടും അത് പറഞ്ഞ് ബാക്കിയുള്ളവരെ ഇൻസൾട്ട് ചെയ്യുന്നത് ശരിയല്ല. ഓ, അന്ന് ഞാൻ ഇൻസൾട്ട് ചെയ്യപ്പെട്ടപ്പോ സാറിനെ ഇങ്ങോട്ട് കണ്ടില്ലല്ലോ. പുതുതായി ചാർജ് എടുത്ത പെൺകുട്ടിയോട് കുറച്ച് ദയവ് കാണിക്കും ദിലീപ് സാറേ. ചെലങ്ക നിങ്ങളോട് സോറി പറഞ്ഞില്ലേ? അത് ഞാൻ വിട്ടു സാറേ. ഇപ്പൊ ഞാൻ പറഞ്ഞത് അതിനുശേഷം ഇവിടെ നടന്നതിനെ കുറിച്ചാ. 100 കുറ്റങ്ങൾ ഉള്ള ഒരാള് ഒരു തെറ്റും ചെയ്യാത്ത ഒരാളെ കുറ്റവാളിയാക്കാൻ നോക്കുന്നത് ശരിയാണോ സാറേ? അത്തരക്കാരെ തുറന്നു കാട്ടുന്നതില് എന്തെങ്കിലും തെറ്റുണ്ടോ സാറേ? എന്റെ സാറേ, ചിലങ്കമാടത്തിന്റെ ഭർത്താവിന്റെ സ്വഭാവം എന്താണെന്ന് അയാളുടെ അച്ഛൻ തന്നെ ഓപ്പണായിട്ട് പറഞ്ഞിട്ടുള്ളതാ. ആ വഴക്കേ ഒരു കുടുംബ പ്രശ്നമായിട്ട് കണ്ടാൽ മതി. ഓഫീസിൽ ഇനി ആ ചർച്ച വേണോ? എല്ലാവരും എന്താ ഇവിടെ കൂട്ടം കൂടി നിൽക്കുന്നേ? വീണ്ടും പ്രശ്നമെല്ലാം തുടങ്ങിയോ? പ്രശ്നമൊന്നുമില്ല സാറേ. കഴിഞ്ഞ കാര്യങ്ങളൊന്നും ഇനി ഇവിടെ ചർച്ചാ വിഷയമാക്കേണ്ടെന്ന് ദിലീപിനോട് പറയായിരുന്നു. അതെ, ആ വിഷയം കഴിഞ്ഞു. ഇനി അങ്ങനെ ഒരു സംഭവം ഈ ഓഫീസിൽ ഉണ്ടാകാതിരിക്കാനാ എല്ലാവരും നോക്കേണ്ടത്. എന്താ ഇത് ദിലീപ്, നിങ്ങളെപ്പോൾ ഒരാൾ വീണ്ടും അത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് ശരിയാണോ? എനിക്കുണ്ടായ അപമാനം അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റുമോ സാറേ? അന്ന് ഫോൺ വിളിച്ചത് 2 ലക്ഷം രൂപ കൊടുത്ത ആളായിരിക്കും. അതല്ലേ ചിലരൊക്കെ എന്റെ തലയിൽ വെച്ച് കെട്ടാൻ നോക്കിയത്. ഹലോ, ചിലങ്കമാടത്തിന് 2.5 ലക്ഷം രൂപ കൊടുത്തതേ എന്റെ കെയർ ഓഫിലാ. അതിന് ജാമ്യം നിന്നത് പ്രതാപൻ സാറും. അതെ, ചെലങ്ക പണം വാങ്ങിയത് അവരുടെ ഹസ്ബൻഡിന് വേണ്ടി തന്നെയാ. ആ സംശയരോഗിക്ക് അതിനുള്ള നന്ദിയില്ലെന്ന് മാത്രം. അതുകൊണ്ട് സാറ് ആ ഫോൺ വിളിയും 2.5 ലക്ഷവും ഒരുമിച്ച് കൂട്ടിക്കെട്ടാൻ നോക്കണ്ട. എന്റെ കെയർ ഓഫിലേ സാറും പലിശയ്ക്ക് വാങ്ങിച്ചിട്ടുണ്ടല്ലോ. ശരി, സമ്മതിച്ചു. പണം കടം വാങ്ങിയത് പോട്ടെ. ഓഫീസ് ഫോണിൽ വിളിച്ച് ശല്യം ചെയ്തത് ആരാണെന്ന് അറിയണ്ടേ? അതല്ലേ എനിക്ക് അപമാനം ഉണ്ടാക്കിയത്. ദിലീപ് അല്ല അത് ചെയ്തതെന്ന് അപ്പൊ തന്നെ തെളിഞ്ഞല്ലേ? ചിലങ്ക സോറിയും പറഞ്ഞു. ഇനി ആളെ അറിഞ്ഞിട്ട് എന്തിനാ? അതേതെങ്കിലും ഒരു വായി നോക്കി ആവാനാണ് സാധ്യത. അത് ഉറപ്പാ സാറേ. അങ്ങനെ പലരും നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഇല്ലേ? ഉദാഹരണത്തിന് അന്ന് ദിലീപ് സാറ് ഓഫീസ് ടൈമില് 4 മിനിറ്റ് സംസാരിച്ചത് ആരോടാ? ആ കോൾ ലിസ്റ്റ് സാറ് നോക്കിയതല്ലേ? ആ, അതൊരു മണിക്കുട്ടി. അതൊരു ഓമന പേരാ സാറേ. ശരിയായ പേര് വേറെയാ. അതെന്തായാലും ദിലീപ് സാറിന്റെ ഭാര്യയും പെങ്ങളൊന്നും അല്ല. വിട്ടുകള സാറേ. ചിലരുടെ ഫോൺ കോളി വീഴും, ചിലർ വീഴത്തുമില്ല. എറിഞ്ഞിട്ട് വീഴാത്തതിനെ കൊക്ക കെട്ടി പറിക്കരുത്. എനിക്കത്രേ പറയാനുള്ളൂ. ആ, മതി മതി. എല്ലാവരും അവരോട് ജോലി ചെയ്യ്. ഓഫീസ് ടൈം ഇങ്ങനെ കളയാനുള്ളതല്ല. വേഗം നോക്ക്. ആരാ? ഞാനിവിടെ വന്ന ഫിസിയോതെറാപ്പിസ്റ്റിന്റെ ഹസ്ബൻഡാ. ആ, പറഞ്ഞിരുന്നു. വരൂ, കയറിയിരിക്കും. താങ്ക്സ്. ഇരിക്കെ. ആഹാ, കറക്റ്റ് ടൈമിൽ തന്നെ വന്നല്ലോ. ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ. ഹായ്. ഹലോ സർ. ആ, ഹലോ.
അല്ല ട്രീറ്റ്മെന്റ് എവിടെ വരെ എന്തായിരുന്നു പ്രശ്നം? ഇലക്ട്രിക് ഷോക്ക് ഏറ്റതാ. ട്രീറ്റ്മെന്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ. കുറച്ച് ടൈം എടുക്കും. താനൊരു സ്പെഷ്യൽ കേസായി എടുത്തത് ഇതായിരുന്നല്ലേ? അതെ, തീരെ ടൈം ഉണ്ടായിരുന്നല്ല. ഈ സാറിന്റെ വൈഫ് ഒരുപാട് നിർബന്ധിച്ചപ്പോ ഒഴിവാക്കാൻ തോന്നിയില്ല. ചിലങ്ക ഒരു പാവ, ഹസ്ബൻഡ് എന്ന് വെച്ച ജീവനാ. എങ്ങനെയെങ്കിലും വിനയനെ പഴയ സ്ഥിതിയിലേക്ക് മാറ്റി തരണമെന്ന് എന്നോട് പറഞ്ഞിരിക്കുക. അതൊക്കെ അവളുടെ വെറും ജാടയല്ലേ. ബാക്കിയുള്ളവരുടെ മുമ്പിൽ സത്യസന്ധ്യയാണെന്ന് കാണിക്കാൻ അവളങ്ങനെ പലതും പറയും. എന്റെ ഭാര്യയ്ക്ക് എന്റെ കാര്യത്തിൽ ഒരു ആത്മാർത്ഥതയില്ല. ചേച്ചേ, അങ്ങനെയൊന്നും പറയല്ലേ. ഒരുപാട് നാളത്തെ പരിചയമൊന്നും ഇല്ലെങ്കിലും ചിലങ്കി എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. ഇവളൊരാളെ വിലയിരുത്തിയാൽ അത് കറക്റ്റ് ആയിരിക്കും. സാറും വൈഫും തമ്മിൽ ഉടക്കിലാണോ? ആ, ഉടക്കും വഴക്കൊക്കെ തന്നെയാ. ഞങ്ങളുടെ ജീവിതത്തിൽ അവക്ക് എന്നോട് എന്തെങ്കിലും ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ അവൾ എന്റെ കൂടെ നിന്ന് പരിചരിക്കില്ലേ? അല്ലാതെ കാശ് കൊടുത്ത ആളെ വെക്കുവോ? വയ്യാതെ കിടക്കുന്ന ഭർത്താവിന്റെ മുമ്പിലൂടെ രാവിലെ തന്നെ ഒരുങ്ങിക്കെട്ടി ഇറങ്ങിക്കോൾ, ജോലിക്കാണെന്നും പറഞ്ഞു. എന്നിട്ട് മറ്റുള്ളവരെ കാണിക്കാൻ ഇതുപോലുള്ള ഓരോ ഡ്രാമയും. വൈഫ് ജോലിക്ക് പോകുന്നതിൽ അവരെ കുറ്റപ്പെടുന്നതിൽ അർത്ഥമില്ല. നമുക്കും നമ്മുടെ കുടുംബത്തിന് വേണ്ടിയല്ലേ അവർ ജോലിക്ക് പോകുന്നത്. എടോ, പെണ്ണുങ്ങൾ ജോലിക്ക് പോയി കൊണ്ടുവരുന്ന കാശ് ഈ കുടുംബത്തിന് ആവശ്യമില്ല. നിങ്ങളെപ്പോലുള്ളവരാ ഇവരൊക്കെ സപ്പോർട്ട് ചെയ്ത് വഷളാക്കുന്നത്. ആവശ്യത്തിന് കാശും പണമൊക്കെ ഉണ്ടെങ്കിലും വീട്ടിലെ പെണ്ണുങ്ങൾ ജോലി ചെയ്യാൻ വേണ്ടി വിടും. എന്തിനാ? വെറുതെ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാനോ? ആളുകളെ പേടിച്ച് വീട്ടിലെ പെണ്ണുങ്ങളെ പൂട്ടിയിടണമെന്നാണ് സാർ പറയുന്നത്. ഇവരൊക്കെ പഠിച്ച് ഡിഗ്രി എടുത്തത് അതിനാണോ? പഠിക്കുന്നതേ അറിവ് കിട്ടാനാ. എന്നാ പണിക്ക് വിട്ട പല പെണ്ണുങ്ങളും അഹങ്കാരവും അറിവുകേടും മാത്രമേ കാണിക്കൂ. ഇവരൊക്കെ വീട്ടിലിരുന്നതാ പലതുകൊണ്ടും നല്ലത്. അതാ നിങ്ങളെപ്പോലുള്ളവർക്ക് അന്തസ്. ഓക്കെ, ഇനി എന്റെ വൈഫിനെ ഞാൻ ഒരിക്കലും ജോലിക്ക് ഇങ്ങോട്ട് അയക്കുന്നില്ല. നന്നായി. ഇയാൾക്കുള്ള ട്രീറ്റ്മെന്റ് നീ ഇന്നത്തോടെ നിർത്തിക്കോണം. ഇത് ശരിയാവില്ല. ഞാൻ നിർത്തി. ചിലങ്കി ഓർത്തിട്ടാ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാന്ന് വെച്ചത്. ഇനി വേണ്ട. അത് തന്നെയാ നല്ലത്. വേറെ ആണുങ്ങളെ ഒന്നും കിട്ടിയില്ലെന്ന് ഞാൻ അന്നേ അവളോട് ചോദിച്ചതാ. നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? അതെ, ദയവ് ചെയ്ത് ഇവന്റെ വാക്കേട്ട് നിങ്ങളൊരു തീരുമാനം എടുക്കരുത്. ചീരുവല്ലേ നിങ്ങളെ ഏൽപ്പിച്ചത്? സോറി അങ്കിൾ. ചിലങ്കയെ അങ്കിളിനെ ഓർക്കുമ്പോ എനിക്ക് വിഷമമുണ്ട്. നിങ്ങളുടെ മരുമകള് എങ്ങനെ ഇതുവരെ ഇവിടെ ജീവിച്ചെന്ന് ഓർക്കുമ്പോ വലിയ അത്ഭുതം തോന്നുന്നു. എന്തായാലും ചിലങ്ക അഡ്ജസ്റ്റ് ചെയ്യുന്നത് പോലെ ഈ മനുഷ്യനെ അഡ്ജസ്റ്റ് ചെയ്യാൻ ആർക്കും പറ്റില്ല. വാ, നമുക്ക് പോവാം. തൃപ്തിയായല്ലോടാ നിനക്ക്? തൃപ്തിയായില്ലേ? ആ, ഇനി നിന്റെ തടി നേരെയാക്കാൻ ആരാ വരുന്നെന്ന് നമുക്ക് നോക്കാം. നിങ്ങളെ ഞാൻ കൊല്ലും. അപ്പൊ പിന്നെ എനിക്ക് 12 വർഷം തടവ് കിട്ടുമല്ലോ. അങ്ങനെ ഞാൻ തടയിക്കൊള്ളാം കേട്ടാ. തടവാൻ വന്നിരിക്കുന്നു.